എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റതാ ചീരയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാൻ സാധാരണ തലേ ദിവസം രാത്രി ചീരയൊക്കെ ഇങ്ങനെ കഴുകി ഒന്ന് തോരാൻ വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് വെള്ളമൊക്കെ തോർന്ന് കിട്ടുമല്ലോ, എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇന്നലെ അങ്ങ് മറന്നു പോയതുകൊണ്ട് പിന്നെ രാവിലെ എണീറ്റ് ആ പരിപാടിയാണ് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം അങ്ങ് ചെയ്ത് വയ്ക്കുമ്പം വെള്ളമൊക്കെ തോർന്ന് കിട്ടുമല്ലോ. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ റൈസ് കുക്കറിൽ കുറച്ച് അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചായിരുന്നു. അപ്പോൾ പല അരിക്കും പല വേവാണല്ലോ. അപ്പോൾ പുതിയ അരി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുതിയ അരി ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കുമ്പോൾ രാവിലെ നേരത്തെ നോക്കും അതൊന്ന് വെന്താ എന്ത് പരുവായെന്ന്. ഇല്ലെങ്കിൽ ഒന്നുകൂടെ തിളപ്പിക്കും. അപ്പോൾ അത് ഏകദേശം ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കാമെന്ന് വിചാരിച്ച് അതും അങ്ങ് മാറ്റി വെച്ച്. പിന്നെ വൈകുന്നേരത്തേക്ക് ഇന്ന് നമ്മുടെ കടല വേവിച്ച് മസാല ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് സ്നാക്സായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഹെൽത്തി അല്ലേ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അത് രാവിലെ തന്നെ അങ്ങ് വെള്ളത്തിലിട്ട്, അപ്പോൾ അത് കുതിർന്നിട്ട് നമുക്ക് പിന്നെ ഉച്ചയൊക്കെയാകുമ്പോൾ അത് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ അത് ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ടിട്ട് ഇന്ന് ചീരയും ചക്കക്കുരുവൊക്കെ വെച്ചിട്ടുള്ള തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചക്കക്കുരുവൊക്കെ ഒന്ന് തൊലിയൊക്കെ മാറ്റി എടുക്കണേ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ തൊലിയൊക്കെ മാറ്റുമ്പം കറുത്ത തൊലിയൊക്കെ അങ്ങ് കളയും. ഇപ്പോൾ പറയുന്നത് കറുത്ത തൊലിയാണ് നല്ലതെന്നല്ലേ. അങ്ങനെ അതൊന്നും ഇപ്പം മാറ്റാതെ നമ്മുടെ പുറം തോട് മാത്രമല്ലേ പൊളിച്ചെടുക്കുന്നത്, അതുപോലെ ഞാനും അങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പെട്ടെന്ന് ഇങ്ങനെ പൊളിക്കാൻ പറ്റണം കേട്ടോ, അതെന്താണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ നല്ലതായിട്ട് പൊളിച്ചെടുത്ത്. അപ്പോൾ രാവിലെ ഞാനിപ്പോൾ 5 മണിക്കാണ് കേട്ടോ അടുക്കളയിൽ കയറിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാവിലെ എണീക്കുമ്പോഴല്ലേ നമുക്ക് ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ജോലികളായാലും പഠിക്കുന്നവർക്ക് പഠിക്കാനായാലും നല്ല ഒരു സമയം രാവിലെ ആണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. കാര്യം വേറെ ശബ്ദങ്ങളില്ല, നമ്മൾ രാത്രി ഉറങ്ങി എണീറ്റ് മൈൻഡൊക്കെ നല്ല റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ പഠിക്കുന്നവർക്ക് രാവിലെ ആകുമ്പോൾ നല്ല മനസ്സിലാവും. ഇപ്പം മോളും പറയുന്നത് അങ്ങനെയാണ്, അമ്മ രാവിലെ എണീറ്റ് ഇപ്പോൾ പഠിക്കണോണ്ട് കുറേ സമയം ഉള്ളതുപോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ അവർ 5 മണിക്ക് എണീറ്റ് ഒരു 5:15 ആകുമ്പോൾ പഠിച്ച് തുടങ്ങുമ്പോൾ അത്യാവശ്യം സമയം കിട്ടും. ഈ വൈകുന്നേരം ആകുമ്പം വേറെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ടൈം അങ്ങ് പോകുന്നത് അറിയില്ല. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ജോലി രാവിലെ എണീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുമല്ലോ. അപ്പോൾ മാക്സിമം ഇപ്പം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർ രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, ഒത്തിരി സമയം കിട്ടും പഠിച്ച് എടുക്കാനും കേട്ടോ. അപ്പോൾ വൈകുന്നേരം മാക്സിമം ഇപ്പം എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് പ്രോജക്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എഴുതി ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ വിട്ടിട്ട് പിന്നെ രാവിലെ എണീറ്റാണ് കേട്ടോ അവളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് വീട്ടുജോലി ആയാലും പഠിക്കുന്നതിനും ഏറ്റവും നല്ല സമയം എന്തായാലും രാവിലെ തന്നെയാണ്. അപ്പോൾ ഒത്തിരി 3 മണിക്ക് 4 മണിക്കൊന്നും എണീക്കണമെന്നില്ല, നമുക്ക് സാധാരണ 5 മണി അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ക്ഷീണമൊന്നും ഇല്ലാതെ എണീക്കാനും പറ്റും. അല്ലെങ്കിൽ 3 മണിക്കും 4 മണിക്കൊക്കെ നമ്മൾ എണീറ്റ് ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ലായിരിക്കും. നമ്മളിപ്പോൾ ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെയല്ലേ കിടക്കണം, അപ്പോൾ അതിൻ്റെ ക്ഷീണങ്ങളും കാര്യങ്ങളും കാണും. പക്ഷേ 5 മണിക്ക് നമുക്ക് എല്ലാവർക്കും എണീക്കാൻ പറ്റും, കുട്ടികൾക്കായാലും അമ്മമാർക്കായാലും. അപ്പോൾ ജോലികളും പെട്ടെന്ന് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം ചെയ്ത് തീർക്കാനും പറ്റും. അതുപോലെ മക്കൾക്കൊക്കെ പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് തീർക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ നിന്നപ്പോൾ നമ്മുടെ ചീരയും ചക്കക്കുരുവൊക്കെ ഉള്ള തോരനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചീരയിൽ ചക്കക്കുരുവൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റല്ലേ. ഇപ്പോൾ ചീര കഴിക്കാത്ത കുട്ടികളും നല്ലതായിട്ട് കഴിക്കും. അതുകൊണ്ട് ഇതുപോലെ ഞാൻ ചക്കക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ കളയൂല മാക്സിമം. നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ ഈ ചക്കക്കുരു, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ. അപ്പോൾ അതിങ്ങനെ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളത്തിൽ ഈ ചക്കക്കുരുവൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് നല്ല കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്ത് വയ്ക്കട്ടെ. എന്നിട്ട് തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെളിയിൽ ഒരു തുണിയിൽ, കോട്ടൺ തുണിയിൽ എന്തെങ്കിലും പൊതിഞ്ഞ് വെച്ചിരുന്നാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് അങ്ങ് തോട് എടുത്ത് കളയാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം അല്ലെങ്കിൽ ചേർക്കും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ജോലികളായി. അപ്പം ഞാനിന്ന് ചീരത്തോരനും പിന്നെ മീനുണ്ടായിരുന്നേ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ അതും ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതും മസാലയെല്ലാം തേച്ച് വച്ചിരുന്നത് കൊണ്ട് രാവിലെ എളുപ്പമായിരുന്നു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതും ഫ്രൈ ചെയ്യാൻ വെച്ചു. നമ്മുടെ ചീരയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ. ഫസ്റ്റ് നമ്മൾ ചക്കക്കുരു വെള്ളം ഒഴിച്ചല്ലേ വേവാൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ചീരത്തോരനും നമ്മുടെ മീൻ ഫ്രൈയും തന്നെയാണ് കേട്ടോ. അപ്പോൾ
അധികം രാവിലെ ഞാനിങ്ങനെ സ്കൂളിലൊന്നും ഒരുപാട് ഇങ്ങനെ കറികൾ പച്ചക്കറിയൊന്നും കൊടുത്തു വിടാറില്ല, വേസ്റ്റാവും എന്തായാലും. അതുകൊണ്ട് ഒരു കറി ഉണ്ടെങ്കിൽ അത് തന്നെ അവർ ഫുള്ളായിട്ട് അങ്ങ് കഴിച്ച് തീർക്കും, അതുകൊണ്ടാണ്. പിന്നെ അതാ നമ്മുടെ ചോറൊക്കെ ആ സമയത്ത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കൂടെ ഞാൻ തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിരുന്നു. ഇപ്പം എന്നിട്ട് ഊറ്റിയെടുത്തപ്പോൾ പാകത്തിന് വെന്ത്. അങ്ങനെ ഞാൻ എന്താ ചോറെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറും ചീരത്തോരനും മീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നെയ്യ് വാങ്ങിച്ചതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. ദോശമാവും ഫ്രിഡ്ജിലുണ്ട്, നെയ്യും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അത് മതി കേട്ടോ, നെയ്യ് റോസ്റ്റ്. പിന്നെ നമ്മുടെ വെള്ള ചട്നി ഉണ്ടല്ലോ, അതും കൂടെ അരച്ചു കൊടുത്താൽ പിന്നെ അത് അവർ കഴിച്ചോളും. 1 2 ഒക്കെ കഴിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ജോലി റെഡിയാവുകയും ചെയ്യും. പെട്ടെന്ന് പിന്നെ വേറെ കറികൾ വയ്ക്കണോ എന്ത് ഉണ്ടാക്കണമെന്ന് ആലോചിക്കുകയും വേണ്ട. അപ്പം അത്യാവശ്യം എളുപ്പത്തിൽ പണികൾ നടക്കുകയും ചെയ്യും. അപ്പം നെയ്യ് അതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കൊണ്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ആ ചൂടൊന്ന് തട്ടുമ്പോൾ നല്ലതായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നെയ് റോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 2 പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഏത് സമയത്ത് ഇത് കൊടുത്താലും അവർ കഴിക്കും. അങ്ങനെ അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് അതും റെഡിയാക്കി എടുത്ത്, പിന്നെ നമ്മുടെ സാധാ ചട്നി ഉണ്ടല്ലോ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടേ. കുറച്ച് മതി കേട്ടോ, ചട്നിയിൽ ഒരു സ്പൂണൊക്കെ മതി, ഇങ്ങനെ വെറുതെ തൊട്ട് കഴിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയപ്പോൾ ഇന്ന് ഞാൻ ചായ ഇടാൻ വേണ്ടി താമസിച്ചു. അപ്പോൾ ചില ദിവസം ഞാൻ രാവിലെ ചായ ഇട്ട് കുടിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഇതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചായയൊക്കെ റെഡിയാക്കി കുടിക്കുന്നത്. അങ്ങനെയുള്ള ദിവസം പിന്നെ ഞാൻ ചായ കുടിച്ച് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് പിന്നെ ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ മക്കളൊക്കെ പോകുന്ന സമയത്ത് ഞാനും ഫുഡ് കഴിക്കും. അപ്പോൾ ഇപ്പോൾ അവർ പോയിട്ട് ചായയൊക്കെ റെഡിയാക്കി കുടിക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുറേ ജോലികളൊക്കെ കഴിച്ച് തീർത്തിട്ടായിരിക്കും ഞാൻ ഫുഡ് കഴിക്കാതിരിക്കണം. അപ്പോൾ ഇന്ന് ചായയൊക്കെ റെഡിയാക്കി കുടിച്ച് പിന്നെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ട്, തുണിയൊക്കെ കഴുകണം, അടുക്കളയൊക്കെ പാത്രങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നല്ല ഏലക്കയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് നല്ല ചായയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.